നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. മലപ്പുറം ജില്ലയിലെ ജ്വല്ലറിയിലേക്ക് മൊത്തമായി സ്വർണ്ണ വിതരണം ചെയ്യുകയായിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് 1.75 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒഴൂരിന് സമീപം മോട്ടോർ ബൈക്കിൽ വരുന്നതിനിടെയാണ് കവർച്ച. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. മഞ്ചേരിയിൽ സ്വർണം നൽകി കോട്ടക്കലിലേക്ക് വരുമ്പോൾ വെന്നിയൂർ പറമ്പിലെത്തണമെന്ന് അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുകയായിരുന്നു. താനൂരിൽ ഒരു പുതിയ ജ്വല്ലറി തുടങ്ങാൻ സ്വർണ്ണാഭരണം ആവശ്യമുണ്ടെന്ന് അറിയിച്ചായിരുന്നു ഇത്. ഇവിടെ എത്തിയപ്പോൾ ഒഴൂരിലേക്ക് വരാൻ സന്ദേശം നൽകി. വിജനമായ അവിടെ വെച്ച് മർദ്ദിച്ച് കാറിൽ ബലമായി കയറ്റി ഷർട്ടിനടിയിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണമാണ് കവർന്നത്. മൊബൈൽ ഫോണും താക്കോലുകളും കളവ് പോയിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രമായുള്ള മഹാരാഷ്ട്രക്കാരുടെ ആഭരണ നിർമ്മാണശാലയിലെ സ്വർണമാണിതെന്നാണ് പ്രാഥമിക നിഗമനം. അവിടുത്തുകാരനായ പ്രവീൺ സിംഗിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. 2 കിലോഗ്രാം സ്വർണവും 43 ഗ്രാം തങ്കവുമാണ് നഷ്ടപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 5 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സൂചന. പ്രതികളെക്കുറിച്ച് പ്രാഥമിക വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി വി ബെന്നിക്കാണ് വൻ കവർച്ചയുടെ അന്വേഷണ ചുമതല. CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വെട്ട ന്യൂസ് താനൂർ.